സുഹൃത്തുക്കളെ, ഈ ഭൂമിയിൽ ചില സ്ഥലങ്ങളുണ്ട്. അവയെക്കുറിച്ച് വെറുതെ ചിന്തിച്ചാൽ പോലും നമ്മുടെ ഹൃദയം വിറയ്ക്കും. അവിടെ പോകുന്നത് വിട്ടുവയ്ക്കട്ടെ, ഊഹിക്കുന്നത് പോലും ഭയമുണ്ടാക്കും. നിലത്തുനിന്ന് അഗ്നിജ്വാലകൾ പുറത്തുവരുന്ന ജലപാതങ്ങൾ, പാലൊഴിച്ചതുപോലെ വെളുത്തു കാണപ്പെടുന്ന തടാകങ്ങൾ, മേഘങ്ങൾ മുകളിലല്ലാതെ താഴെ തൂങ്ങിക്കിടക്കുന്നതുപോലെ തോന്നൽ, പർവ്വതങ്ങൾക്കിടയിൽ ഡ്രാഗൺ വായ പോലെ കാണപ്പെടുന്ന ഗുഹകൾ. ഇവയൊന്നും സിനിമയിലെ CGI അല്ല, ഇവയെല്ലാം നമ്മുടെ ഭൂമിയിലെ തന്നെയാണ്. ഇപ്പോഴും മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്നത് അവസാനിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും അസാധാരണമായ, പ്രകൃതി തന്റെ സ്വന്തം നിയമങ്ങൾ തന്നെ ലംഘിക്കുന്ന 10 സ്ഥലങ്ങളെക്കുറിച്ചറിയാം. സുഹൃത്തുക്കളെ, ഇവിടെ വരാൻ ധൈര്യം ആർക്കുമുണ്ടാവില്ല. എന്നാൽ ഏറ്റവും അത്ഭുതകരമായ കാര്യമെന്താണെന്നാൽ, ഈ 10 സ്ഥലങ്ങളിൽ ഭൂരിഭാഗവും ചൈനയിലാണ്. അതെ, ചൈന വെറും വിലകുറഞ്ഞ സാധനങ്ങൾ മാത്രമല്ല, അസാധ്യമായ ലാൻഡ്സ്കേപ്പുകളും സൃഷ്ടിച്ചിരിക്കുന്നു. ഇനി എന്തിനു വൈകിക്കണം? ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. നമ്പർ 1, ബൈൻബ്ലുലക് ഫ്ലെയിം സ്പ്രിംഗ്. സങ്കൽപ്പിക്കൂ, നിങ്ങൾ ശുദ്ധമായ ജലപ്രവാഹത്തിന്റെ അരികിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് ആ ജലത്തിൽ നിന്ന് അഗ്നിജ്വാലകൾ പുറത്തുവരുന്നു. ഇത് ചൈനയിലെ ജിൻജിയാങ് പ്രവിശ്യയിലാണ്. ഇവിടെ വെള്ളവും തീയും ഒരുമിച്ചൊഴുകുന്നു. ഇത് യാതൊരു മായാജാലവുമല്ല, ഇതൊരു അത്ഭുതകരമായ ഭൂഗർഭ ശാസ്ത്രീയ പ്രതിഭാസമാണ്. നിലത്തിനടിയിൽ സ്വാഭാവിക വാതക പാളികളുണ്ട്. ആ വാതകം നിലത്തിലെ പിളർപ്പുകളിലൂടെ പുറത്തുവരുന്നു. ഏതെങ്കിലും ചെറിയ തീപ്പൊരി തട്ടിയാൽ ജലത്തിനടിയിൽ നിന്ന് ജ്വാലകൾ ഉയരുന്നു. ആരോ ജലത്തിൽ തീയിട്ടതുപോലെ തോന്നും. പ്രാദേശികരിതിനെ ഭൂമിയുടെ ശ്വാസം എന്ന് വിളിക്കുന്നു. നൂറ്റാണ്ടുകളായി ഈ ജലപാത അഗ്നിജ്വാലകൾ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കലും നിന്നിട്ടില്ല. മഴ പെയ്താലും മഞ്ഞു വീണാലും ഈ തീ അണയുന്നില്ല. ആദ്യമായി ഏതെങ്കിലും യാത്രികൻ ഈ കാഴ്ച കണ്ടപ്പോൾ എന്ത് ചിന്തിച്ചിരിക്കും എന്ന് സങ്കൽപ്പിക്കൂ. ഒരുപക്ഷെ ഇവിടെ എന്തോ അദൃശ്യ ശക്തിയുണ്ടെന്ന് കരുതിയിരിക്കാം. ശാസ്ത്രജ്ഞർ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാഴ്ച നേരിട്ട് കാണുമ്പോൾ ശാസ്ത്രം മുഴുവൻ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നു. ഒറ്റ ചിന്ത മാത്രമേ ശേഷിക്കൂ: ഇത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് ക്യാമ്പിംഗ് ഇഷ്ടമാണെങ്കിൽ ഇവിടെ സൗജന്യ ഗ്യാസ് സ്റ്റൗ ലഭിക്കും. ചായ തയ്യാറാക്കുന്നത് മറക്കരുത്. നമ്പർ 2, എമറൽഡ് ലേക്ക് അഥവാ യിലിപ്പിംഗ് സോൾട്ട് ലേക്ക്. ഇത് ചൈനയിലെ ഖിങ്ഹായ് പ്രവിശ്യയിലെ ഹൈസി പ്രദേശത്താണ്. ദൂരെ നിന്ന് നോക്കിയാൽ ആരോ ഭൂമിയിൽ നിറമുള്ള ഗ്ലാസ് തിരശീല വിരിച്ചതുപോലെ തോന്നും. ഇത് യഥാർത്ഥത്തിൽ ഒരു ഉപ്പ് തടാകമാണ്. വിവിധ ധാതുക്കളും ആൽഗകളും ചേർന്ന് വെള്ളത്തെ നിറമാക്കുന്നു. താപനിലയും ധാതുക്കളുടെ സാന്ദ്രതയും മാറുമ്പോൾ നിറങ്ങളും മാറുന്നു. ഇതൊരു ജീവനുള്ള ചിത്രം പോലെ കാണപ്പെടുന്നു. ഈ തടാകം ഖിങ്ഹായ് തിബറ്റ് പീഠഭൂമിയിൽ 2600 മീറ്റർ ഉയരത്തിലാണ്. അവിടെ എത്തുന്നത് എളുപ്പമല്ല. റോഡുകൾ ഉയർന്നതും ദുഷ്കരവുമാണ്. പക്ഷെ ആരെങ്കിലും എത്തിയാൽ ആ കാഴ്ച ജീവിത അവസാനം വരെ മറക്കില്ല. തടാകത്തിന്റെ തീരത്തുനിന്ന് പ്രകൃതിക്ക് യാതൊരു ആർട്ടിസ്റ്റിന്റെയും ആവശ്യമില്ലെന്ന് തോന്നും. അതുതന്നെ ഏറ്റവും വലിയ കലാകാരനാണ്. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ വെളിച്ചം നിറമുള്ള വെള്ളത്തിനു മുകളിൽ വീഴുമ്പോൾ ആ കാഴ്ച അത്യന്തം അസാധാരണമായിരിക്കും. ക്യാമറയ്ക്ക് പോലും അതിനെ പൂർണ്ണമായി പകർത്താൻ കഴിയില്ല. ഇൻസ്റ്റഗ്രാമിന് പെർഫെക്റ്റ് ലൊക്കേഷൻ തിരയുകയാണോ? ഇവിടെ സെൽഫി എടുക്കൂ. ഫിൽട്ടർ ആവശ്യമില്ല. നമ്പർ 4, മിൽക്ക് ലേക്ക് അഥവാ നൂനായി. ഇത് സിച്ചുവാൻ പ്രവിശ്യയിലെ യാഡിംഗ് നേച്ചർ റിസർവിനുള്ളിലാണ്. 4600 മീറ്റർ ഉയരത്തിലുള്ള ഈ തടാകം ഹിമാനി നദികൾ ഉരുകിയ വെള്ളത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ആ വെള്ളത്തിൽ സസ്പെൻഡഡ് ഹിമാനി നദീ ധാതുക്കൾ ചേർന്ന് വെള്ളത്തെ പാലുപോലെ വെളുത്താക്കുന്നു. ഇതിനെ ഗ്ലേഷ്യൽ മിൽക്ക് എന്ന് വിളിക്കുന്നു. ഇത് വെള്ളത്തിലെ വളരെ ചെറിയ ധാതു കണങ്ങൾ, പ്രത്യേകിച്ച് കാൽസ്യം കാർബണേറ്റ് ലയിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. സൂര്യപ്രകാശം പതിഞ്ഞാൽ ആ കണങ്ങൾ വെള്ളത്തെ അതാര്യവും തിളങ്ങുന്നതുമായ വെള്ളിയാക്കുന്നു. ഈ തടാകത്തിനു ചുറ്റും ഹിമാലയം പോലുള്ള ഹിമാവൃതമായ ശിഖരങ്ങളുണ്ട്. ചെൻ രജിഗ്, ജാംബായാങ്, ചെനാഡോർജെ ഇവയെല്ലാം ബുദ്ധമതത്തിൽ പവിത്രമായവയാണ്. അതുകൊണ്ടാണ് ഈ പ്രദേശം ടിബറ്റൻ ബുദ്ധമതക്കാർക്ക് തീർത്ഥാടന കേന്ദ്രമാകുന്നത്. ഇവിടെ എത്താൻ 14 കിലോമീറ്റർ നടക്കണം. 4000 മീറ്ററിന് മുകളിലുള്ള ഉയരത്തിൽ ശ്വാസം പോലും ബുദ്ധിമുട്ടാക്കും. പക്ഷെ എത്തിയവർ പറയുന്നതൊന്നു മാത്രം: ഓരോ അടിയും വിലമതിക്കുന്നതാണ് എന്ന്. തടാകത്തിന്റെ തീരത്തിരുന്ന് ആ വെളുത്ത വെള്ളത്തിൽ സ്വന്തം പ്രതിബിംബം കാണുന്നത് ഒരനുഭവമാണ്. അതിനെ വാക്കുകളിൽ പറയാൻ കഴിയില്ല. ഹൃദയത്താൽ മാത്രമേ അനുഭവിക്കാൻ കഴിയൂ. നിങ്ങളിത് പാലെന്ന് കരുതി ചായ തയ്യാറാക്കാൻ നോക്കിയാൽ 4600 മീറ്റർ ഉയരത്തിൽ വെള്ളം ശരിയായി തിളക്കില്ല. ചായ കായ്ച്ചു മാത്രം നിൽക്കും.